ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജലസംരക്ഷണം, വന്യജീവി സംരക്ഷണം, മൃഗസംരക്ഷണം, വനസംരക്ഷണം. ആൻസർ ഓപ്ഷൻ ഡി, വനസംരക്ഷണം. ഇ വേസ്റ്റ് എന്നാൽ ഇലക്ട്രോണിക് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, ഭക്ഷണ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ, ഇലക്ട്രോണിക് വേസ്റ്റ്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്? കൽപ്പറ്റ, മീനങ്ങാടി, ബത്തേരി, മാനന്തവാടി. ആൻസർ ഓപ്ഷൻ ബി, മീനങ്ങാടി. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായ മീനങ്ങാടി ഏത് ജില്ലയിലാണ്? കണ്ണൂർ, മലപ്പുറം, ആലപ്പുഴ, വയനാട്. ആൻസർ ഓപ്ഷൻ ഡി, വയനാട്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത്? ഭൂമി, ചന്ദ്രൻ, ശനി, സൂര്യൻ. ആൻസർ ഓപ്ഷൻ എ, ഭൂമി. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ. ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരം. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? കെ എം മുൻഷി, ജെ സി ബോസ്, ഐ ബി മനോജ്, പി വി ദാസൻ. ആൻസർ ഓപ്ഷൻ ബി, ജെ സി ബോസ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? കടുവ, ആന, വരയാട്, സിംഹം. ആൻസർ ഓപ്ഷൻ സി, വരയാട്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും സ്വീകരിക്കപ്പെട്ടതാണ്? ഉറുദു, അറബി, മലയാളം, ഗ്രീക്ക്. ആൻസർ ഓപ്ഷൻ ബി, അറബി. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? ചാലിയാർ, കുന്തിപ്പുഴ, പെരിയാർ, ഭാരതപ്പുഴ. ആൻസർ ഓപ്ഷൻ ഡി, ഭാരതപ്പുഴ. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? അലക്സാണ്ടർ വോൾ ഹംബോൾട്ട്, യൂജിൻ പി ഓഡ്, ആർ മിശ്ര, ചാൾസ് ഡാർവിൻ. ആൻസർ ഓപ്ഷൻ എ, അലക്സാണ്ടർ വോൾ ഹംബോൾട്ട്. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ശാസ്ത്രം, സാഹിത്യം, കല, പരിസ്ഥിതി. ആൻസർ ഓപ്ഷൻ ഡി, പരിസ്ഥിതി. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര്? കെ എം മുൻഷി, ജെ സി ബോസ്, സിന്ധു പി, കെ മുരളീധരൻ. ആൻസർ ഓപ്ഷൻ എ, കെ എം മുൻഷി. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ്? യൂജിൻ പി ഓഡം, രാംദേവ് മിശ്ര, മാധവ് ഗാഡ്ഗിൽ, രാമൻ സുകുമാർ. ആൻസർ ഓപ്ഷൻ എ, യൂജിൻ പി ഓഡ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? നീലക്കുറിഞ്ഞി, ചെണ്ടുമല്ലി, കണ്ടൽ ചെടികൾ, ഔഷധ സസ്യങ്ങൾ. ആൻസർ ഓപ്ഷൻ സി, കണ്ടൽ ചെടികൾ. കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ എടവക ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? വയനാട്, കോഴിക്കോട്, ഇടുക്കി, തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ എ, വയനാട്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇടവം 1, ഇടവം 2, ചിങ്ങം 1, ചിങ്ങം 2. ആൻസർ ഓപ്ഷൻ സി, ചിങ്ങം 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല? ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ സി, പാലക്കാട്. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല? ഇടുക്കി, കൊല്ലം, കണ്ണൂർ, പാലക്കാട്. ആൻസർ ഓപ്ഷൻ എ, ഇടുക്കി. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ജോൺ സി ജേക്കബ്, സുനിൽ സുരേന്ദ്രൻ, കെ പി മുരളീധരൻ, പി വി ദാസൻ. ആൻസർ ഓപ്ഷൻ എ, ജോൺ സി ജേക്കബ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? പെരിയാർ, ചിന്നാർ, പറമ്പിക്കുളം, ആറളം.
ആൻസർ ഓപ്ഷൻ ഡി ആറളം. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല: കണ്ണൂർ, മലപ്പുറം, ഇടുക്കി, കോട്ടയം. ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല: എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, കൊല്ലം. ആൻസർ ഓപ്ഷൻ ബി പത്തനംതിട്ട. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത്: ചാലിയാർ, പാമ്പാർ, ഭവാനി, കബനി. ആൻസർ ഓപ്ഷൻ സി ഭവാനി. നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്? റേച്ചൽ കഴ്സൺ, വന്ദന ശിവ, ആർ മിശ്ര, മാധവ് ഗാഡ്ഗിൽ. ആൻസർ ഓപ്ഷൻ എ റേച്ചൽ കഴ്സൺ. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം വനഭൂമി വേണം? 33%, 66%, 43%, 30%. ആൻസർ ഓപ്ഷൻ എ 33%. പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ ആത്മകഥ ഏതാണ്? നിശബ്ദ വസന്തം, ഹരിത ദർശനം, കണ്ടൽക്കാടുകളിലെ എൻ്റെ ജീവിതം, ഹോർത്തൂസ് മലബാറിക്കസ്. ആൻസർ ഓപ്ഷൻ ബി ഹരിത ദർശനം. മരം മുറിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ. ഇത് ആരുടെ വാക്കുകൾ? എം എസ് സ്വാമിനാഥൻ, ഇന്ദുചൂഡൻ, റേച്ചൽ കഴ്സൺ, സുന്ദർലാൽ ബഹുഗുണ. ആൻസർ ഓപ്ഷൻ ഡി സുന്ദർലാൽ ബഹുഗുണ. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? കൊല്ലം, കോട്ടയം, കണ്ണൂർ, തൃശൂർ. ആൻസർ ഓപ്ഷൻ സി കണ്ണൂർ. മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം, ഇടുക്കി ഡാം, മലമ്പുഴ ഡാം, മുല്ലപ്പെരിയാർ ഡാം. ആൻസർ ഓപ്ഷൻ എ ബാണാസുര സാഗർ ഡാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് വായിക്കാം. നൈതിക, നൈമിക, ഹൃദ്യ, ശ്രീലക്ഷ്മി, ദൃശ്യ, തന്മയ കെ, മാളവിക AS, അന്മിയ, അവാനി AA, തൻവി കൃഷ്ണ M എന്നീ കുട്ടികളാണ്. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ ആരും മറന്നു പോകരുത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.